തുടക്കം ആരംഭം കുറിക്കലാണ് ഈ സമ്മേളനം ഞാൻ കരുതുന്നത്. ശ്രമണവാദ സഭയുടെ ഘടന ഇന്നേതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഘടനാപരമായി മറ്റ് സഭകളെ പോലെ സ്വയം ഭരണാധികാരം നടത്തുന്നതിന് പ്രാപ്തിയുള്ളൊരു സമൂഹമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആന്തരാത്മാവ് നാം വീണ്ടും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ രംഗത്ത് കലാശരി അതിരൂപത കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നീക്കത്തിൽ ഈ സഭയിലെ അന്തരാത്മാവ് എന്ന് വെച്ചാൽ അതിൻ്റെ ആരാധനകളും അതിൻ്റെ ആധ്യാത്മികത, അതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെതായിട്ടുള്ള ശിക്ഷണക്രമം എല്ലാം പൗരസ്ത്യ സഭകളുടെ നിരക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കുവാനുള്ള തീവ്ര ശ്രമത്തിന് നമ്മളെല്ലാവരും മുൻപുകാരാകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെ സഭകളുടെ കൂട്ടായ്മയിൽ വളരെ വ്യക്തിത്വമുള്ള ഒരു സമൂഹമായി തീർന്നാൽ മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. വത്തിക്കാൻ കൗൺസില് കത്തോലിക്ക പൗരസ്ത്യ സഭകളെ പ്രധാനമായും ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് തങ്ങൾക്ക് സമാന്തരമായിട്ടുള്ള മറ്റ് പൗരസ്ത്യ സഭകളോട് അടുത്ത് ബന്ധം പുലർത്തണമെന്നും ആ ബന്ധത്തിന് അവരുടേതായിട്ടുള്ള അവരുമായിട്ടുള്ള പൊതുപൈതൃകം കഴിയുന്നിടത്തോളം സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പാതയിലൂടെ നാം ഏറെ മുൻപോട്ട് നീങ്ങേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ രാജ്യത്ത് മറ്റ് മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം ആ കാര്യത്തിൽ ക്രൈസ്തവരെ എപ്പോഴും തുറന്ന മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും അവരുമായി നിരന്തരമായി സഹകരിക്കുവാനുമാണ് ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ ശ്രമിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് ഇതിനെ ഒരു വിഷയം കൊണ്ടുവരുത്താവുന്ന വർഗീയ ഭാഗങ്ങൾ അവിടെയും ഇവിടെയെല്ലാം ആരംഭിച്ചിട്ട് നമുക്കറിയാം. അതിലൊന്നും കുടുങ്ങാതെ ഈ സമുദായ സൗഹാർദ്ദം അല്ലെങ്കിൽ മതമൈത്രി നമ്മുടെ നെഞ്ചോട് ചേർത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്ത കാലങ്ങളിൽ നാം അരങ്ങത്ത് പ്രത്യേകമായിട്ട് ജാഗ്രത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ബാഹ്യമായിട്ടുള്ള വെല്ലുവിളികളെ ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് വിശ്വാസത്തിലുണ്ടാകുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസവർഷം പ്രഖ്യാപിക്കുകയും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനുള്ള തീവ്ര ശ്രമത്തിന് നമ്മളെല്ലാവരും ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ നാട്ടിലും നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്ന ഭൗതിക വ്യക്തത, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഈശ്വര നിഷേധം, അത് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ, ഇതിനെല്ലാം ഇടയിൽ വിശ്വാസത്തിന് തനിമ പുലർത്താനും ആ വിശ്വാസത്തെ ഭദ്രമായിട്ട് കൈമാറുവാനും അതേ സമൂഹത്തിൽ മുഴുവൻ വെളിച്ചമായി നിലനിർത്തുവാനുള്ള പരിശ്രമത്തിന് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ രംഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ആ ഒരു സന്ദേശം നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിന് പൊതുവിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ അപൂർവമണികളെയും മറ്റു തരത്തിലുള്ള ശൈലികളും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അടിസ്ഥാനപരമായിട്ട് കാണാവുന്ന ഒരു കാര്യം നമ്മുടെ ധാർമ്മിക ബോധം നഷ്ടപ്പെടുന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള ആഘാതം ഇങ്ങനെയുള്ള ദൈവവിശ്വാസവും അതിൽ നിന്ന് തിരിയുന്ന ശരിയായ ധാർമ്മിക ബോധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വേണ്ടതെല്ലാം ചെയ്യുവാൻ ശക്തി സമാപിക്കുകയും കർമ്മനിരയാവുകയും ചെയ്യുവാൻ ഈ അത്ഭുതത്തിലെ മക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ബാധ്യതകൾ എന്ന് ഞാൻ ദിവസത്തിൽ ഓർമ്മിക്കുകയാണ്. ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ നമ്മുടെ സമൂഹം ശക്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Your Grace, I invite His Beatitude, the Major Archbishop, Mar George Cardinal Anjali, Head and Father of the Syro Malabar Church, for the presidential address. Most respected guests of the dais, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവർക്കും എൻ്റെ ആശംസകളും അഭിവാദനങ്ങളും. I, at the very outset, extend my
respectful regards and greetings to His Eminence Manuel Monteiro Castro, who has been kind enough to come over here to felicitate and honor this great celebration. Kindly convey to the Holy Father all our greetings from the Surabaya Church and also from the church in India, and tell him that we are all united in love with him. അഭിമന്യ കർദിനാൾ മാനുവൽ മൊണ്ടേറോയോടൊപ്പം നമുക്കിവിടെ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരിയനും അതുപോലെ തന്നെ വിവിധ സഭകളെ പ്രതിനിധാനം ചെയ്യുന്ന മെത്രാപ്പോലീത്തമാരും അധ്യക്ഷന്മാരുമുണ്ട്. തിരുമേനിമാർക്കെല്ലാം മതാധ്യക്ഷന്മാർക്കെല്ലാം എൻ്റെ അഭിവാദനം. നമ്മുടെ സഭ എപ്പോഴും രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ മാനിക്കുന്നവർ. ആ നമ്മുടെ മതിപ്പിൻ്റെയും ബഹുമാനത്തിൻ്റെയും ലക്ഷണം കൂടിയാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് സന്നിഹിതനായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ കെ മാണി, ശ്രീ കെ സി ജോസഫ് എന്നിവർക്കും എൻ്റെ അഭിവാദനം. പ്രിയമുള്ളവരെ, നാം ചരിത്ര മുഹൂർത്തം ആഘോഷിക്കുകയാണ്. 1987 കടന്ന് 25 വർഷം കൂടെ പിന്നിട്ടതിൻ്റെ ചരിത്ര മുഹൂർത്തം. 1887 മെയ് 20-നാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തായ്മയുള്ളവർക്ക് 2 വികാരിയാത്രകളെ പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു തന്നത്. നമുക്കറിയാം, ദുഃഖകരമായിട്ടുള്ള സഭയുടെ വിഭജനത്തിന് ശേഷം, അത് ഒരു സൂര്യൻ ദിവസത്തിന് ശേഷം നടന്നതാണ്. ആ വിഭജനത്തിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ഒരു വികാരി ജനറലിനെയാണ് അനുവദിച്ചു തന്നത്. ഈ മാർത്തോമാ കത്തോലിക്ക വിശ്വാസികളുടെ സമൂഹത്തിന്റെ സഭാ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ വാഴ്ത്തപ്പെട്ട ശാമര കുറിയാക്കോസ് ഏലിയാസച്ചൻ. പിന്നീടാണ് സഭയുടെ നടപടിയായി ഈ വികാരിയാത്രകളുടെ സ്ഥാപനം. അതിനാൽ ഈ വികാരിയാത്രകളുടെ സ്ഥാപനം വാസ്തവത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് ഇന്ന് സീറോ മലബാർ കത്തോലിക്ക എന്നറിയപ്പെടുന്ന സഭാ സമൂഹത്തിന്റെ വലിയ ആഘോഷമാണ്. ഇതൊരു സഭയുടെ ആഘോഷമായിട്ട് 2 സ്ഥലങ്ങളിൽ നടക്കുന്നു എന്ന് മാത്രമേ ഈ ആഘോഷത്തെ നമ്മൾ ഒരാഘോഷമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കും. കാരണം സഭ 2 വികാരിയാത്രകളായി, പിന്നീട് പല രൂപതകളായി. ചരിത്രത്തിന്റെ ഇടയിൽ ഒരു സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നത് 1992-ലാണ് നിങ്ങൾക്കറിയാം. ഇനി മുതൽ അങ്ങോട്ട് സഭയെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സഭ ഒന്നിച്ചാഘോഷിക്കേണ്ട ഒരു നിയമം നമുക്കുണ്ടെന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി ക്രൈസ്തവ സഭയിൽ വിഭജനമുണ്ടായത് 1954-ൽ. അത് റോമൻ കത്തോലിക്ക സഭ ഭരിച്ചിരുന്ന ലയോ 9-ാം മാർപ്പാപ്പയുടെ കാലം. പൗരസ്ത്യ കോൺസ്റ്റാന്റിനോപ്പിൾ സഭയുടെ അധ്യക്ഷൻ ഫോസിയൂസ് ആയിരുന്നു. സഭയിൽ രാഷ്ട്രീയവും സാമൂഹികവും വിശ്വാസപരവുമായിട്ടുള്ള ഭിന്നതകളുടെ പേരിൽ സഭ രണ്ടാകുന്ന സംഭവം. പിന്നീടും റോമൻ കത്തോലിക്ക സഭയിൽ പ്രോട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനത്തിന്റെ പേരിൽ വിഭജനമുണ്ടായി എന്ന് നമുക്കറിയാം. ഗ്രീക്ക് പാരമ്പര്യത്തിൽ വിഭജിക്കപ്പെട്ട സഭകളിൽ പിന്നീടും പല വിഭജനങ്ങളിലൂടെ കടന്നുപോയി. സുറിയാനി പാരമ്പര്യത്തിലുള്ള അന്ത്യോക്യൻ കണ്ടായ സഭകളിലും വിഭജനങ്ങളുണ്ടായി. അവിടെ ഉണ്ടായ വിഭജനങ്ങൾ നമ്മുടെ ഭാരതത്തിലെ സഭകളെ സ്വാധീനിച്ചു എന്നതാണ് ചരിത്ര സത്യം. വിഭജനങ്ങളുടെ കാലം കഴിഞ്ഞ് സഭകൾ സഹകരണത്തോടെ ഒന്നിച്ചു നീങ്ങേണ്ടതിന്റെ അവബോധം എല്ലാ സഭകളിലും വളർന്നു വരുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് വിഭജിത സഭാ സമൂഹങ്ങൾ തങ്ങളുടെ തനിമയും പാരമ്പര്യവും വച്ചു പുലർത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം സഭകളുടെ പൊതുവായ പൈതൃകം
കർത്താവിന്റെ രക്ഷകനായ ഈശോ മിശിഹ ആഗ്രഹിച്ചത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വ്യഗ്രതയും ആ കൂട്ടത്തിൽ സഭാംഗങ്ങൾ ഉണ്ടായി. ലോകം ആഗ്രഹിക്കുന്നത് അതാണ്. അപ്രകാരമുള്ള ഒരു ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന സഭയായി സീറോ മലബാർ സഭ പടിപടിയായി മറ്റ് സഭകൾക്ക് പോലും ഒരു പ്രചോദനമായി നിൽക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറയുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. ഓരോ വ്യക്തിസഭയുടെയും തനതായ ആഘോഷങ്ങൾ ഇതര സഭകളോട് ചേർന്ന് നിർവഹിക്കുവാനും സാധിക്കട്ടെ, ഒന്നിച്ച് നിർവഹിക്കുവാനും സാധിക്കട്ടെ. ഈ സഭയുടെ ആഘോഷം ഇവിടെ കോട്ടയമായും ചങ്ങനാശ്ശേരിയുമായും അറിയപ്പെട്ട വികാരിയാറിന്റെ ആഘോഷമായി നടക്കുമ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള പൊതുവായ വീക്ഷണത്തോടെ നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം. എല്ലാ സഭകളെയും ഒരർത്ഥത്തിൽ എല്ലാ മതസമൂഹങ്ങളെയും ഒന്നിച്ചു ചേർത്ത് മുന്നേറുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യാം. ഇത്ര സമുചിതമായ രീതിയിൽ ഈ വികാരിയാറിന്റെ 125ാം വാർഷികം സംഘടിപ്പിച്ച് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദിയാണ്. ജോസഫ് പെരുന്നോട്ട പിതാവിനും ജോസഫ് ഭഗവത് പിതാവിനും എൻ്റെ അഭിവാദനങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. Your gratitude for that inspiring and encouraging address. ഉദ്ഘാടന പ്രസംഗത്തിനായി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ക്ഷണിക്കുന്നു. ഇടറാത്ത മനം, പതറാത്ത ചുവടുകൾ, വീര്യം കൊണ്ടും വിനയം കൊണ്ടും പ്രബുദ്ധ കേരളത്തിന്റെ പുത്തൻ രാഷ്ട്രീയ ഇതിഹാസമായി മാറിയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. സ്റ്റേജിലെ വിശിഷ്ട അതിഥികളെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ചങ്ങനാശ്ശേരി വികാരി 125ാം വാർഷികം അഭിമാനത്തോടെ കൊണ്ടാടുന്ന അവസരത്തിൽ ഈ ആഹ്ലാദത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാൻ അവതരിക്കുന്നത്. സ്വന്തം വിശ്വാസ ജീവിത ശൈലിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി മർത്തോമ ക്രിസ്ത്യാനികൾ നിരന്തരമായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 1887 ചങ്ങനാശ്ശേരിയിലും തൃശ്ശൂരിലും 2 വികാരിയത്ത് അനുബന്ധിച്ചു. അതാണ് സീറോ മലബാർ സഭയുടെ ഒരു മുന്നേറ്റത്തിന്, വളർച്ചയ്ക്ക് അടിസ്ഥാനമായി. നാട്ടുകാരായ തിരുവേനിമാരും റോമുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധവുമില്ല ഒരു പുതിയ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നിരവധി സ്ഥാപനങ്ങൾ ഈ വികാരത്തിലുള്ള നേതൃത്വത്തിൽ തുടങ്ങി സമൂഹത്തിൽ സീറോ മലബാർ സഭയ്ക്കുള്ള സ്ഥാനവും അംഗീകാരവും ഉറപ്പിച്ചിട്ടുണ്ട്. എസ്.ടി. കോളേജിലും സെന്റ് തോമസ് കോളേജിലും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പഴക്കം ചെന്ന കോളേജുകൾ, വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ സംഭാവനകൾ ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ അതിന്റെ ചുവട് വെച്ച് കേരളത്തിലുണ്ട്. ആ എസ്.ടി. കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ ഞാൻ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. സമൂഹത്തിന് സീറോ മലബാർ സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. സ്വന്തം സഭാംഗങ്ങൾക്ക് ആധ്യാത്മിക രംഗത്ത് നേതൃത്വം നൽകുന്നതോടൊപ്പം സമൂഹത്തിന് ആകെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഈ നാടിന്റെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി വിരിച്ചവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതാണ് സീറോ മലബാർ സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞാൻ കരുതുന്നു. കാലത്തിന് മുമ്പേ നടന്ന നേതാക്കൾ നയിച്ച് നാളെക്കുറിച്ച് ഇന്നേ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടുകൊണ്ട് പ്രവർത്തിച്ച നേതൃത്വം ഇന്ന് ഈ സമൂഹത്തിനാകെ വെളിച്ചം പകരുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതൃത്വം നൽകാൻ സാധിച്ച ആ ചാരിതാർത്ഥത്തോടുകൂടിയാണ് 125ാം വാർഷികം കൊണ്ടാടുന്നത്. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഔപചാരികമായ കാരണങ്ങളും അഭിവൃദ്ധി തിരുവേദിമാരുടെ എല്ലാ അംഗീകാരവും
കൂടി നിർവഹിക്കുന്നു. നമസ്കാരം. Meanwhile, the Archbishop Choir will sing the Jubilee song composed by Professor Thomas Kanyapalan and set to music by Reverend Father Thomas Taikapasheru. Let us all rise to witness this solemn and auspicious moment.
respectfully invite the guest of honor, His Eminence Manuel Cardinal Montero de Castro, Major Apostolic Penitentiary, Roman Curia, to deliver the Jubilee message. Your Beatitude George Cardinal Allegri, Your Holiness Basileus Mark Thomas Paulus II, Honorable Chief Minister Sri Omen Chandi, Archbishop Joseph Edmund Cochran, Archbishop Joseph Boatil, Your Graces, Excellencies, distinguished guests, dear brothers and sisters, dear Jesus. Elavakum Namaskaram. I am honored to be present at the conclusion celebrations, making the post-Senate Silver Jubilee of the Archdiocese of Shanghai. On this happy and blessed occasion, let me also convey greetings and prayerful good wishes of His Holiness Pope Benedict XVI to Archbishop Joseph Pedontotan, Archbishop Emeritus Joseph Boatil, Apostolic Nuncio Archbishop George Kochetti, and to clergy and religious and faithful of the Archdiocese. His Holiness is glad to join all of you in giving thanks to the Lord for the abundant graces bestowed on the particular church in Changanacheri over the last 120 years. 25 years, and particularly for the rich heritage of faith and devotion passed on from generation to generation of Catholic families. I am also very happy to be in this archdiocese because it is the birthplace of the first woman saint of India, Saint Alfonso, and of the blessed Kuriakos Elias Chavana, the good news of whose canonization we are all eagerly await. I am glad to know that you have already initiated the canonization process of two of your late bishops, Venerable Bishop Mark Thomas Muriala Cherry and the servant of God Archbishop Mark Matthew Cockart. This is a clear sign of the show of graces this archdiocese has been receiving since its erection. The coincidence of your post-centenary Silver Jubilee with the 50th anniversary of the opening of the Second Vatican Council is itself significant. The Holy Father has declared this year a year of faith, a year that invites us to rediscover the journey of faith so as to bring out and renew the joy of faith and our enthusiasm for the encounter with Christ. In addition, in October 2012,
Third General Assembly of the Synod of Bishops will discuss the theme, the new evangelization for the transmission of the Christian faith. A jubilee is always a time of renewal for the church, and this renewal is achieved through the witness offered by the lives of believers. By the way they live their lives in the world, Christians are called to radiate the word of truth that the Lord Jesus has left us.